Good morning, dear students. Welcome to my classroom on QT and econometrics. So, in the last class, we covered the second discrete distribution, that is Poisson distribution. As you know that both are binomial and Poisson distributions are discrete frequency distributions where x is the variable, x is a random variable that can assume whole numbers. So in binomial distribution, small n is finite and fixed. But in the case of Poisson distribution or Poisson distribution, n is infinitely large and the event is a rare event. നമ്മൾ പഠിക്കുന്ന ഈവന്റ് റയർ ഇവന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫോർ ഇംപ്രോബബിൾ ഇവന്റ്സ് എന്നാണ് പറയുന്നത്. Or is a probability distribution for rare events എന്നാണ് Poisson distribution പറയുന്നത്. അപ്പോൾ just if you know the mathematical model formula, you can do all problems. The probability of x is equal to a raised to minus m raised to x by x factorial. അപ്പോൾ അത് കണ്ടെത്താൻ അറിയാമെങ്കിൽ ഈസി ആയിട്ട് എന്ത് പ്രോബ്ലം വേണമെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം. ലാസ്റ്റ്ലി വി നോ ഹൗ ടു ഫിറ്റ് എ Poisson distribution. എങ്ങനെയാണ് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നു കഴിഞ്ഞാൽ given frequency distribution. So based on the given frequency distribution, how to calculate expected frequencies in Poisson distribution. That is നമ്മൾ ചെയ്തു. So now we are moving to the important distribution. ശില്പ കേൾക്കുന്നുണ്ടോ? ശില്പ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കാം സർ. ഓക്കെ. അപ്പോൾ നെറ്റ്വർക്ക് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. See, so now we are moving to the നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഇതോടെ നമ്മൾ പഠിച്ചാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതോടെ ആകുമ്പോൾ ആ ഒരു മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ആവും. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. സോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമ്മൾ റിസർച്ച് മെത്തഡോളജി പഠിക്കുമ്പോൾ നമ്മൾ പല സ്ഥലത്തായിട്ട് നമ്മൾ പറയാറുണ്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വേണം, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വേണോ. സോ വാട്ട് ഈസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ? സോ ദിസ് ഈസ് ഹാവിംഗ് മോർ ആപ്ലിക്കേഷൻസ്. ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, Poisson distribution are discrete frequency distribution where random variable x can assume whole numbers. But in the case of normal distribution is a continuous probability distribution. അപ്പോൾ ആദ്യത്തെ സെന്റൻസ് ആയിട്ട് അത് തന്നെ എഴുതണം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ is a continuous frequency distribution. ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ റാൻഡം വേരിയബിൾ x can assume any values within a range. Random variable x can assume any values within a range. ഒരു റേഞ്ചിനുള്ളിൽ ഏത് വാല്യൂ വേണമെങ്കിലും അതിനെന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വെയർ ദ വേരിയബിൾ എക്സ് ഓർ ദ റാൻഡം വേരിയബിൾ എക്സ് ക്യാൻ അസ്യൂം any values within a range, even fractional values. അതിനകത്ത് ഫ്രാക്ഷണൽ വാല്യൂസ് വരെ വരാം. നമ്മൾ ക്ലാസ് ഇന്റർവെൽ പറയാറുണ്ട് 0 to 10, 10 to 20, 20 to 30. അപ്പൊ അതൊരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനെ നൊട്ടേറ്റ് ചെയ്യുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഡിസ്ട്രിബ്യൂഷൻ വാസ് ഫസ്റ്റ് ഓഫ് ഓൾ മോഡൽഡ് ബൈ ഓർ propounded by De Moivre, DEMOIVRE. Okay, DE-MOIVRE, De Moivre in 1733. അപ്പൊ അതൊരു 18th സെഞ്ചുറിയിൽ 1733 ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. ദാറ്റ് വാസ് ബൈ ദിസ് പേഴ്സൺ കാൾഡ് De Moivre, മേ ബി റഷ്യൻ റഷ്യൻ ആയിരിക്കും. അപ്പൊ റഷ്യൻ സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആണ് ഇത് കണ്ടെത്തിയത്, ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കണ്ടെത്തിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദിസ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻസ് ആർ കണ്ടിന്യൂസ്. നമ്മൾ എന്ത് ഡിസ്ട്രിബ്യൂഷൻ എടുത്താലും അത് എന്തായിരിക്കും, കണ്ടിന്യൂ. ഫോർ എക്സാമ്പിൾ യു ആർ ടേക്കിംഗ് ഏജ്, നിങ്ങളുടെ ഏജ് തന്നെ എടുക്കുക. ഏജ് ഹോൾ നമ്പർ തന്നെ നമുക്ക് ആവണമെന്നില്ല. അപ്പൊ ഒരു വർഷവും വരും, ചിലപ്പോൾ മാസവും വരും, ചിലപ്പോൾ ദിവസവും വരും. സോ വി നീഡ് ടു എക്സ്പ്രസ് ഇറ്റ് ഇൻ ഫ്രാക്ഷൻസ്. ഹൈറ്റ് എടുത്താലും അതുപോലെ തന്നെ. സോ യു നീഡ് ടു എക്സ്പ്രസ് കറക്റ്റ് ആക്യുറേറ്റ് മെഷർമെന്റ് വേണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ ഫ്രാക്ഷണൽ വാല്യൂസ്. അപ്പൊ അത് എന്നാലേ അത് 100% ആക്യുറസി വരത്തുള്ളൂ. അപ്പൊ നമ്മുടെ ഏത് എക്കണോമിക് ഡാറ്റ എടുത്താലും ഇപ്പൊ പ്രൊഡക്ഷൻ, നാഷണൽ ഇൻകം, സെയിൽസ്, ഇങ്ങനെയൊക്കെ വരുന്ന എക്കണോമിക് ഡാറ്റ എന്തെടുത്താലും പോപ്പുലേഷൻ ഓക്കെ ഇറ്റ് ഇസ് ഇൻ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ. അല്ലാതെ ബാക്കിയുള്ള ഇൻകം, വേജ്, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എടുത്തു കഴിഞ്ഞാൽ then we can say it is a continuous distribution. X can assume
എനി വാല്യൂസ് വിത്തിൻ എ റേഞ്ച്. ഒരു റേഞ്ചിനുള്ളിൽ ഏത് വാല്യൂ വേണമെങ്കിലും എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാം. അപ്പൊ എല്ലാ മിക്കവാറും ഉള്ള എല്ലാ എക്കണോമിക് ഡിസ്ട്രിബ്യൂഷൻസും ടെൻ ടു ബി നോർമൽ എന്നാണ് പറയുന്നത്. നമ്മൾ ഫോർ എക്സാമ്പിൾ വി ആർ ടേക്കിംഗ് ദ ഹൈറ്റ്. ഒരു ഹൈറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഹൈറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വിത്തിൻ എ റേഞ്ച്. ഒരു റേഞ്ചിനുള്ളിലായിരിക്കും വരുന്നത്. കുറച്ച് താഴോട്ടും ഉണ്ടാവും, കുറച്ച് ചിലർ ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും, ചിലർ വളരെ പുവർ ആയിരിക്കും. എന്നാലും മെജോറിറ്റി ആൾക്കാരും ഇൻ ദ സെൻട്രൽ പാർട്ട്, സെൻട്രൽ പാർട്ടിലായിരിക്കും വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ബെൽ ഷേപ്ഡ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറയാറുണ്ട്. ഒരു ബെൽ ഷേപ്പ് പോലെ വെൻ യു ഡ്രോ ഇറ്റ് ഓൺ എ ഗ്രാഫ് പേപ്പർ, വെൻ യു ഡ്രോ എക്കണോമിക് ഡാറ്റ ഓൺ എ ഗ്രാഫ് പേപ്പർ, യു ക്യാൻ ഫൈൻഡ് ദ നോർമാലിറ്റി ത്രൂ എ ബെൽ ഷേപ്ഡ് കർവ്. ബെൽ ഷേപ്ഡ് കർവിലൂടെ നമുക്ക് അതിന്റെ നോർമാലിറ്റി കാണാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഒരുപാട് പറയുന്നില്ല. സോ ദാറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ discovered by this De Moivre in the year 1733. So most of the economic data are in the form of normal distribution. Economic data എന്തെടുത്താലും, population ആയിരുന്നാലും, production ആയിരുന്നാലും, national income ആയിരുന്നാലും എല്ലാം നമ്മൾ when you take the data and draw it on a paper, graph paper, you can see that the distribution tends to be normal. Okay. Then അതിനൊരു ജസ്റ്റ് ലൈക്ക് ദ മോഡൽ, നമ്മൾ ബൈനോമിയൽ മോഡൽ ഒക്കെ പറയുന്നത് പോലെ തന്നെ ഇതിൽ ഒരു മോഡൽ ഉണ്ട്. ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. നമ്മൾ വിചാരിക്കുന്നത് അത്ര, നമ്മൾ ഇ റൈസ് ടു മൈനസ് എം, എം റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടറിയലൊക്കെ പഠിക്കുന്നത് പോലെ അത്ര എളുപ്പത്തിൽ അത് നിങ്ങൾക്ക് ആ ഫോർമുല മനസ്സിലാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ സേ ദ ഫോർമുല. ഞാനിപ്പോ എങ്ങനെയാ അത് കാണിക്കുക? ഞാൻ ഇതങ്ങോട്ട് കാണിക്കാം. സി, നിങ്ങളത് കാണുന്നോ നോക്കുക. ഞാൻ അതിൽ കാണുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2 പൈ സിഗ്മ ഇ റൈസ് ടു മൈനസ് 1/2 എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ ദ ഹോൾ സ്ക്വയർ. സോ ദിസ് ഈസ് എ ലെങ്തി ഫോർമുല. ഒരു ലെങ്തി ഫോർമുലയാണ് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഉള്ളത്. കാണാൻ പറ്റുന്നുണ്ടോ ദീപിക? F of x is equal to 1 divided by root of 2 pi sigma e raised to minus 1/2 bracket നകത്ത് x minus mu divided by sigma the whole square. X minus mu by sigma the whole square. അത് എഴുതിക്കോളൂ. So this is the formula. F of x is equal to 1 divided by root of 2 pi root നകത്ത് then sigma, then അത് ഇപ്പുറത്തായിട്ട് e raised to minus 1/2 വീണ്ടും ബ്രാക്കറ്റിനുള്ളിൽ x minus mu divided by sigma the whole square. പണി കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഞാൻ എന്താണ് വോയിസ് ആണോ വ്യക്തമാവാത്തത്? അതെ, ഈ പിന്നെ ഏതാണ് പിക്ചർ വ്യക്തമാവുന്നില്ല സാർ. പിക്ചർ ആണോ? എല്ലാവർക്കും അങ്ങനെ തന്നെ. നോക്കി അപർണ കാണുന്നുണ്ടോ? സാർ വ്യക്തമല്ല, എന്നാലും സാർ പറഞ്ഞപ്പോ മനസ്സിലായി. ഓക്കെ, അപ്പൊ ഞാൻ മാറ്റാം. അപ്പൊ നോക്കൂ, അതിങ്ങനെ എഴുതൂ നിങ്ങൾ. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 divided by root of 2 pi sigma. Sigma means a standard deviation the sigma. ഇങ്ങനത്തെ sigma then e raised to minus 1/2. ഞാൻ ഒരു കാര്യം ചെയ്യാം, ആ ബോർഡോടെ എടുത്ത് വെച്ച് നോക്കാം. എവിടെയെങ്കിലും നിങ്ങൾക്ക് ലാഗ് വരികയാണെങ്കിൽ ഒന്ന് പറയും. ഞാനൊന്ന് ബോർഡോടെ വയ്ക്കാം.
ഓക്കെ, നമുക്കൊന്നുകൂടെ നോക്കാം. ഞാനത് എഴുതാം. നോക്കൂ. സോ ഇൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ധന്യ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് സാർ. നോക്കൂ. സോ ഇൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എക്സ് ഇസ് എ റാൻഡം വേരിയബിൾ ദാറ്റ് ക്യാൻ ടേക്ക് എനി വാല്യൂസ് വിത്തിൻ എ റേഞ്ച്. So we can say from minus infinity to plus infinity. Any values within a range. ഏത് വാല്യൂ വേണമെങ്കിലും അതിനെ അസ്യൂം ചെയ്യാം, ഈവൻ ഫ്രാക്ഷണൽ വാല്യൂസ്. Then in normal distribution, according to De Moivre, probability function p of x or f of x is equal to 1 divided by root of 2 pi. Pi നമുക്കറിയാം 2 pi സിഗ്മ പുറത്താണ്. Then ഇവിടെ ആയിട്ട് എഴുതണം e raised to minus 1 by 2 e raised to minus 1 by 2. Then അതിന്റെ ബ്രാക്കറ്റിനുള്ളിൽ x minus mu by sigma the whole square. X minus mu by sigma the whole square. Okay, so this is the model. ഈ മോഡൽ നിങ്ങൾ പ്രാക്ടിക്കലി നിങ്ങൾ യൂസ് ചെയ്യണ്ട, പകരം നമുക്ക് വേറൊരു മെത്തേഡിലൂടെയാണ് നമ്മൾ പ്രോബ്ലം എല്ലാം ചെയ്യുന്നത്. സോ എനിവേ ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ മോഡൽ ഫോർ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മോഡലാണ് ഈ കാണുന്നത്. അപ്പൊ നമുക്ക് അതിലോട്ട് നോക്കാം. വാട്ട് ആർ ദ പാരാമീറ്റേഴ്സ്? ഇതിനകത്തുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? സോ ഇതിനകത്ത് വരുന്ന പാരാമീറ്റേഴ്സ് വേറെ ഒന്നുമല്ല, ദാറ്റ് ഈസ് മ്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈ മ്യൂവും സിഗ്മയുമാണ് ഇതിന്റെ അകത്തുള്ള പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. മ്യൂവും സിഗ്മയുമാണ് ഇതിനകത്തുള്ള പാരാമീറ്റേഴ്സ്. ഓക്കെ, ആൻഡ് എക്സ് ഈസ് ദ റാൻഡം വേരിയബിൾ. എക്സ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? റാൻഡം വേരിയബിൾ. ആൻഡ് പൈ you know, it is a mathematical constant. Pi is an irrational number. അല്ലെ, ഒരു ഇറാഷണൽ നമ്പർ ആണ്. നമുക്കറിയാം അതിന്റെ വാല്യൂ ഇതുവരെയും കറക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റിയിട്ടില്ല. 22/7 എന്നൊക്കെ പറയുന്നുവെങ്കിലും ഇറ്റ് ഇസ് നോട്ട് കറക്റ്റ്. അത് 100% കറക്റ്റ് അല്ല. അപ്പൊ 3.14 ഇങ്ങനെ എൻഡ് ചെയ്ത് ഇപ്പൊ തന്നെ ഏകദേശം ഈ കഴിഞ്ഞ 2019 ഒരു മാത്തമാറ്റീഷ്യൻ 50 മില്യൺ വച്ചിട്ട് അത് ഏകദേശം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ ഒന്ന് സമറൈസ് 50 മില്യൺ ആഫ്റ്റർ 3 പോയിന്റ് കഴിഞ്ഞതിന് ശേഷം 14 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 50 മില്യൺ നമ്പേഴ്സ് വരെ വെച്ചിട്ട് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് എൻ ഇറാഷണൽ നമ്പർ. അതൊരു ഇറാഷണൽ നമ്പർ ആണ്, അത് നമുക്കറിയാം. സോ പൈ വി ഷുഡ് ടേക്ക് ഇറ്റ് ആസ് 3.14. ആൻഡ് സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ പോപ്പുലേഷൻ. ഈ ഈസ് എ മാത്തമാറ്റിക്കൽ കോൺസ്റ്റന്റ്. ഈ നമ്മൾ മറ്റേ പോസ ഡിസ്ട്രിബ്യൂഷനിൽ പഠിച്ച അതേ തന്നെയാണ് 2.71828. And x is the value of the random variable, mu is the mean of the population, sigma is the standard deviation of the population, the whole square. ഈ ഇതെവിടെയെങ്കിലും നിങ്ങൾ കണ്ടതായിട്ടുണ്ടോ? x minus mu by sigma എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹണി, x minus mu by sigma എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതാണ്? കേട്ടില്ല. ഹലോ, കേൾക്കുന്നില്ല. പറയൂ. ഹലോ. ഞാൻ ചെറുതായിട്ട് കേൾക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്തേ. രേഷ്മ പറഞ്ഞേ, ഈ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്താണ്? രേഷ്മ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടോ. രേഷ്മ ഇല്ലേ? പറയ്. അവിടെ ഇല്ലേ? എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്തുവാ? സാർ ഇത് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ എന്തോ പഠിച്ചിട്ടുണ്ടല്ലോ. ഇസഡിന്റെ വാല്യൂ ആണ്. ഇസഡിന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എക്സ് മൈനസ് മ്യൂ ബൈ സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇസഡിന്റെ വാല്യൂ ആണ് ഈ തന്നിരിക്കുന്നത്. So anyway, this is the model for normal distribution, but practically for solving problems we are not using it directly. ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. We have another method. കുറച്ചുകൂടെ എളുപ്പമുള്ള കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്നാൽ യു കനോട്ട് ഫൈൻഡ് ഇറ്റ് ഔട്ട് ക്ലിയർലി. എങ്ങനെ കണ്ടെത്തണം എന്നുള്ളതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട്. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചേ പറ്റൂ. കാരണം ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. നമ്മളിപ്പോൾ e raised to minus എന്നൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ you will have to substitute the value of mu and sigma. Okay, so this is the model for normal distribution. So it is a continuous frequency distribution. Here the random variable x can assume any values within a range, and the probability density function or probability function of x is equal to 1 divided by root of 2 pi sigma e raised to minus 1 by 2 x minus mu by sigma the
whole square, where pi is equal to mathematical constant 3.14 something like that, then E is equal to 2.718282 like that, and x is the random variable, and this mu and sigma are the population parameters. That is very clear. അത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ശരി, then now we are moving to the എന്താ പറയുന്നത്, here n is large. നമുക്ക് ഇതിന്റെ ഒരു പ്രോപ്പർട്ടീസ് നോക്കാം. n is large. n എപ്പോഴും എന്തായിരിക്കും? ലാർജ് ആയിരിക്കും. Not infinitely large, but it is large. N is large. Then P and Q are almost equal. Almost equal. ഏകദേശമൊക്കെ പിയുടെ വാല്യൂവും ക്യൂവിന്റെ വാല്യൂ ഈക്വൽ. പി is the probability for success, Q is the probability for failure. So the value of P and Q are almost equal. അല്ലെങ്കിൽ ഫെയിലിയറിന് സക്സസിനുള്ള ചാൻസ് എന്ത് തന്നെയാണ്? ഏകദേശം ഈക്വൽ തന്നെയാണ്. Then പ്രോപ്പർട്ടീസ്, ഇത് കൂടാതെ ബാക്കിയുള്ള പ്രോപ്പർട്ടീസ് നമുക്കൊന്ന് എഴുതാം. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ? ഒരു 10-16ഓളം പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നുണ്ട്. നമുക്കത് നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി എഴുതിക്കോളൂ. ദ നോർമൽ കർവ് ഈസ് എ കണ്ടിന്യൂസ് കർവ്. അത് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ദ നോർമൽ കർവ് ഈസ് എ കണ്ടിന്യൂസ് കർവ്. Normal curve, when you draw it on a graph paper, it is a continuous curve. അതൊരു continuous curve ആണ്. So you can draw a histogram. നമുക്കൊരു histogram വരയ്ക്കാം. എന്നിട്ട് histogramന് മുകളിൽ കൊണ്ട് എംബഡ് ചെയ്ത് വേണമെങ്കിൽ you can have a continuous curve. So normal curve is a continuous curve. രണ്ട്, normal curve is bell shaped. Normal curve എപ്പോഴും എന്തായിരിക്കും? Bell shaped ആയിരിക്കും. So as you know that when you draw a normal curve, you will get a വെൽ ഷേപ്ഡ് കർവ്. ഇതുപോലെ നമുക്കൊരു വെൽ ഷേപ്ഡ് ആയിട്ടുള്ള കർവ് ആയിരിക്കും നോർമൽ കർവിൽ കിട്ടുന്നത്. സോ ദ ഡിസ്ട്രിബ്യൂഷൻ വെൻ യു ഡ്രോ ഓൺ എ പേപ്പർ, ഗ്രാഫ് പേപ്പർ, ഇറ്റ് സീംസ് ലൈക്ക് എ വെൽ. അതൊരു വെല്ല് പോലെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. സോ ഇറ്റ് ഈസ് എ വെൽ ഷേപ്ഡ് കർവ്. മൂന്ന്, നോർമൽ കർവ് ഈസ് സിമെട്രിക്. നോർമൽ കർവ് ഈസ് സിമെട്രിക് ടു ദ മീൻ. Normal curve is symmetric to the mean. നേരത്തെ വരച്ച പടം തന്നെ നമുക്ക് ഒന്നുകൂടെ വരയ്ക്കാം. So this is a normal curve. So this is the mean. ഇവിടെ ആയിരിക്കും നമുക്ക് അതിന്റെ മീൻ വരുന്നത്. This is the mu. So you can say it is symmetric. Symmetric means ഈ ഭാഗവും ഏരിയ എടുത്തു കഴിഞ്ഞാൽ that will be equal. So that is what is called symmetry. സദൃശ്യങ്ങൾ എന്ന് നമ്മൾ സ്കൂൾ തലത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. So when you divide this curve through mean, മീനിലൂടെ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള രണ്ട് പാർട്ട് കിട്ടും. You will get two equal parts. So the point here will be 0.5, here will be also 0.5. അതിന്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണെന്ന് നമുക്ക് അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം റൈറ്റ് ഹാൻഡ് സൈഡ് 0.5, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്തായിരിക്കും? 0.5 ആയിരിക്കും. That is why the normal distribution is symmetric to the mean. അതുകൊണ്ടാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്തെന്ന് പറയുന്നത് സിമെട്രിക് ആണെന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ തേർഡ് പ്രോപ്പർട്ടി. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. 4, ഇൻ എ നോർമൽ കർവ് മീൻ, മീഡിയൻ ആൻഡ് മോഡ് ആർ ഈക്വൽ. ഒരു നോർമൽ കർവ് എടുത്തു കഴിഞ്ഞാൽ when you find out the mean, median and mode, you will get the same value. That is another thing. മീനും മീഡിയനും മോഡും ഒരു സ്ഥലത്ത് കോയിൻസൈഡ് ചെയ്യും. So that is another property of a normal distribution. All averages are equal. All averages means mean, median and mode are equal. മീനും മീഡിയനും മോഡും ഈക്വൽ ആയിരിക്കും. യൂണി മോഡൽ ആയിരിക്കും. ഒരൊറ്റ മോഡേ ഉണ്ടാവത്തുള്ളൂ, അല്ലാതെ ബൈ മോഡൽ ഒന്നും ആയിരിക്കത്തില്ല. Fossa distribution bimodal are, but in the case of normal distribution, it's a unimodal distribution. X bar and mean and Z are equal. That is very clear. Clear alle? Deepika. Clear ആണ് sir. Then 5. The height of the normal curve is maximum at the mean. The height of the normal curve is maximum at mean. The height of the normal curve is maximum at mean. So when you draw a normal curve and you know this is the height ഏറ്റവും കൂടുതൽ വരുന്നത് എവിടെയായിരിക്കും? മീനിന്റെ സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ മോഡിന്റെ സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ മീഡിയന്റെ സ്ഥലത്തായിരിക്കും. അപ്പൊ ഈ ആവറേജിന്റെ സ്ഥലത്തായിരിക്കും മാക്സിമം ഹൈറ്റ് വരുന്നത്. ഫ്രീക്വന്റ്നെസ് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പറയുന്ന മീൻ എന്ന് പറയുന്ന ആ പോയിന്റിൽ ആയിരിക്കും.
So that is the height of the normal curve is maximum at the mean. അത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഓക്കെ, വീണ്ടും അതിനെ ഒന്നുകൂടെ പറയുന്നു, അതിന് ആവർത്തനം തന്നെയാണ്. There is only one maximum point. There is only one maximum point. ഒരൊറ്റ മാക്സിമം പോയിന്റ് മാത്രമേ ഉള്ളൂ. Hence the distribution is unimodal. അതുകൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? യൂണിമോഡലാണ്. There is only one maximum point that occurs at the mode or median or mean, and so we can say the continuous distribution, the normal distribution is a unimodal distribution. എപ്പോഴും ഒരു യൂണിമോഡൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. വീണ്ടും ഒരു ആവർത്തനമാണ്. The ordinate at mean divides the whole area into two equal parts. The ordinate at mean divides the whole area into two equal parts. The ordinate at mean divides the whole area into two equal parts. Okay, അതായത് നമ്മള് so you know this is a graph ആണെന്ന് മനസ്സിലാക്കുക. So this is the normal distribution. So you have an x coordinate and y coordinate. ഇവിടെ നമുക്കൊരു x coordinate ഉണ്ട്, y coordinate ഉണ്ട്. So this is the maximum point. So in the maximum point you will have an x value and an y value. ഇവിടെ നമുക്കൊരു x value ഉണ്ടാവും, y value ഉണ്ടാവും. ആ x value y value വെച്ചിട്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഈ 0.5 ആയിരിക്കും, ഇവിടെ എന്തായിരിക്കും? 0.5 ആയിരിക്കും. So that is the ordinate. So this is the ordinate, or these are the coordinates. So the coordinate of x and coordinate of y at the maximum point, when you draw it and divide them, you will get the same. അപ്പൊ ഈ പറഞ്ഞ ഇത് തന്നെയാണ്. എന്താ സിമെട്രിക് ടു ദ മീൻ എന്ന് പറയുന്നതിന് പകരം വേറൊന്ന് പറയുന്നത് ഇതാണ് പറയുന്നത്. കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ഓർഡിനേറ്റ്സ്, മാക്സിമം പോയിന്റിലുള്ള ഓർഡിനേറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ you will get the same area on both sides. രണ്ട് സൈഡിലും വരുന്ന ഏരിയ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഞാനത് എഴുതിയിട്ടില്ല. The ordinate at mean divides the whole area into two equal parts. 0.5 either side. ഓരോ സൈഡിലും നമുക്ക് എന്ത് കിട്ടും? 0.5 കിട്ടും. എഴുതിയായിരുന്നോ രേഷ്മ? എഴുതിയോ? ലാഗ് ആവുന്നുണ്ടോ തോന്നുന്നു കേട്ടോ. ഞാൻ പറയുന്ന ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. രേഷ്മ കേൾക്കുന്നുണ്ടോ? ആ സാർ കേൾക്കുന്നുണ്ട്. പക്ഷെ ലാഗ് വരുന്നുണ്ടോ? ഞാൻ എഴുതുന്ന എത്തി കഴിഞ്ഞിട്ടേ പറയുന്നത് കേൾക്കുന്നുള്ളൂ. അല്ല സാർ, ഫുള്ള് സൗണ്ട് കംപ്ലൈന്റ് ആയിട്ടിരിക്കുവാണ്, അതുകൊണ്ട് ഇതാണ്. ഒന്ന് കറക്റ്റ് ഉള്ളത്. ഇപ്പൊ ശില്പ എന്ന് പറഞ്ഞു, ശില്പയുടെ മൈക്ക് കറക്റ്റ് ആണ്. പറയൂ ശില്പ. പറയും ശില്പ. ഇത് ഞാൻ പറയുന്നതും ഈ എഴുതുന്നതും തമ്മിൽ ലാഗ് ഉണ്ടോ? ഇല്ല സാർ, ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ക്ലിയർ ആയിട്ട്. അപ്പൊ ഇതുവരെയുള്ള എഴുതിയില്ലേ? 7ാമത്തെ പോയിന്റ് വരെ എഴുതിയില്ലേ? എഴുതി. ഓക്കെ, 8 ഞാൻ ഇത് മാറ്റി വേണം. 8 പറയുന്ന ഇതാണ് 8th പ്രോപ്പർട്ടി. The curve is asymptotic to the base. The curve is asymptotic. 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 The curve is asymptotic to the base. The curve is asymptotic to the base on either side. ഇതൊന്നും മനസ്സിലാക്കണം. What is asymptotic? Asymptotic means, so when you draw a normal curve, you can see that ഈ കർവ് അപ്രോച്ച് ചെയ്ത്, this is x-axis, this is the x-axis. X-axisലോട്ട് അപ്രോച്ച് ചെയ്യും, but it never touches the x-axis. It approaches to the x-axis, but it never touches. X-axis-ൽ ടച്ച് ചെയ്യത്തില്ല എന്നാ പറയുന്നത്. So that is another property of a normal distribution. That is, it approaches. ഇത് ആക്സിസിലോട്ട് അപ്രോച്ച് ചെയ്യും, രണ്ട് സൈഡിലും ആക്സിസിലോട്ട് അപ്രോച്ച് ചെയ്യും, ബട്ട് ഇറ്റ് നെവർ ടച്ചസ് ദ എക്സ് ആക്സിസ്. ഒരിക്കലും എവിടെ ടച്ച് ചെയ്യില്ല, എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യില്ല. ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ അസിംപ്ടോട്ടിക് ടു ദ എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. അസിംപ്ടോട്ടിക് മീൻസ് ഇറ്റ് റീച്ചസ് ടുവേർഡ്സ് ദ എക്സ് ആക്സിസ് ബട്ട് ഇറ്റ് നെവർ കോയിൻസൈഡ്സ് ഓർ ടച്ചസ്. അത് ഇന്റർസെക്ട് ചെയ്ത് പോകത്തില്ല, എക്സിലോട്ട് ഇന്റർസെക്ട് ചെയ്ത് പോകത്തില്ല. സോ ദാറ്റ് ഈസ് അനദർ പ്രോപ്പർട്ടി ഓഫ് what is called the normal distribution. Clear ആയിട്ടുണ്ട്. 8. Then 9
coefficient of skewness beta 1 is equal to 0. Coefficient of skewness, that is expressed as beta 1 is equal to 0. നമ്മൾ skewness കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ സ്ക്യൂനെസ്, ഇതിന്റെ എന്താ പറയുന്നത്, എങ്ങോട്ടാണ് അത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് മിഡിൽ തന്നെയായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദ സ്ക്യൂനെസ് ഈസ് ഈക്വൽ ടു 0. സോ യു ക്യാൻ ഫൈൻഡ് ദ സ്ക്യൂനെസ് ഓഫ് 0. ഒരു തരത്തിലുള്ള ചരിവോ ഒന്നും അതിനകത്ത് ഉണ്ടാവത്തില്ല, ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനകത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ സ്ക്യൂനെസ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. സ്ക്യൂനെസ് ഇസ് ഷേപ്പ് ഈസ് എന്താണ് സിമെട്രിക്, എപ്പോഴും സിമെട്രിക് ആയിട്ടുള്ള ഷേപ്പ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവില്ല, there is no skewness, ഇങ്ങോട്ടേക്ക് ഒരു ഇൻക്ലിനേഷൻ കോൺസെൻട്രേഷൻ ഉണ്ടാകത്തില്ല. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് no skewness, zero skewness. നെക്സ്റ്റ് 10ാമത്തെ പറയുന്നത് യൂണി മോഡൽ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. കോഎഫിഷ്യന്റ് ഓഫ് കർട്ടോസിസ് ബീറ്റ 2 is equal to 3. ബീറ്റ 2 കണ്ടു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് കർട്ടോസിസ് കണ്ടു കഴിഞ്ഞാൽ, കർട്ടോസിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 3 ആയിരിക്കും. ദാറ്റ് മീൻസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് മെസോകർട്ടിക്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴും മെസോകർട്ടിക് ആയിരിക്കും. മെസോകർട്ടിക് ഡിസ്ട്രിബ്യൂഷൻ നമുക്കറിയാം 3 തരത്തിലുള്ള കർട്ടോസിസ് ഉണ്ട്. പ്ലാറ്റി കർട്ടിസ്, മെസോകർട്ടിസ്, ലെപ്റ്റോകർട്ടിക്. Leptokurtic means highest peak. Mesokurtic means normal. Platykurtic means is flat to the origin. The flat ആയിട്ട് വരും. അപ്പോൾ 3 ആണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. 3 മീൻസ് മെസോകർട്ടിക്. ബീറ്റ 2 കോഎഫിഷ്യന്റ് ഓഫ് കർട്ടോസിസ് 3 എന്ന് പറഞ്ഞാൽ ആ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? മെസോകർട്ടിക് ആണെന്നാണ് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി ക്ലിയർ. ഓക്കെ, 10ാമത്തെ പോയിന്റ്. 11 the points of inflection IN FLE XIY, the points of inflection occurs at mu plus or minus sigma. The points of inflection occurs at mu plus or minus sigma. Points of inflection occurs at mu plus or minus sigma. അത് എന്താണെന്ന് പറയണം. എന്താണ് പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ? എന്താണ് ഈ പോയിന്റ്സ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്? സോ ലെറ്റ് മീ ഞാൻ ഇതൊന്ന് മാച്ചിട്ട് വരയ്ക്കാം. എഴുതിയല്ലോ, the points of inflection occurs at mu plus or minus sigma. So when I draw a normal curve, this is the x-axis and this is our normal curve. ഇതാണ് നമ്മുടെ നോർമൽ കർവ്. and you know this is the mean. ഇതാണ് നമ്മുടെ മീൻ എന്ന് പറയുന്നത്, mu. this is mu. and അങ്ങോട്ട് പോകുന്തോറും പ്ലസ് സിഗ്മ, ഇങ്ങോട്ട് വരുന്തോറും മൈനസ് സിഗ്മ. അങ്ങോട്ട് റൈറ്റിലോട്ട് പോകുന്തോറും it is plus sigma, ഇങ്ങോട്ട് വരുന്തോറും മൈനസ് സിഗ്മ. so when you draw sigma here, this is sigma, this is plus sigma and this is minus sigma. This is plus sigma and this is minus sigma. Equal ആവണം കേട്ടോ, ഞാൻ വരച്ചത് ഈക്വൽ ആയിരിക്കില്ല. So this is mu plus sigma, this is mu minus sigma. So ഈ mu plus sigmയും mu minus sigmയും ആണ് point of inflection എന്ന് പറയുന്നത്. Point of inflection means it is the point where the curve changes its shape from convex to concave. ഈ കർവ് എന്ത് ചെയ്യുന്നു? കോൺവെക്സിൽ നിന്ന് കോൺകേവിറ്റിയിൽ നിന്ന് കോൺവെക്സിലോട്ട് വരും. സോ വെൻ യു ലുക്ക് ഫ്രം ഹിയർ, എക്സ് ആക്സിസ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇത് കോൺകേവ് ആയിട്ടും വരും, ഇത് എന്തായിട്ടും വരും? കോൺവെക്സ് ആയിട്ടും വരും. എക്സ് ആക്സിസ് ബേസ് വെച്ചിട്ട് നോക്കണം. സോ ദിസ് ഈസ് കോൺകേവ്, then this concavity is converted into convexity at this point of inflection. So point of inflection is the point where the curve changes its shape from concavity to convexity. ആ കർവ്, അതായത് നമ്മുടെ നോർമൽ കർവ്, അത് കോൺകേവിറ്റി എന്ന് പറയുന്ന ഷേപ്പിൽ നിന്നും കോൺവെക്സിറ്റി എന്ന് പറയുന്ന ഷേപ്പിലോട്ട് രൂപാന്തരം സംഭവിക്കുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ നോർമൽ കർവില് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഹാപ്പൻ ചെയ്യുന്നത് എവിടെയായിരിക്കും? mu plus or minus സിഗ്മയിലായിരിക്കും. അതാണ് ഈ പറയുന്നത്. The point of inflection happens at
mu plus or minus sigma. Ani, അത് ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആണ് സാർ. ഓക്കെ, പോയിന്റ് ഓഫ് ക്ലിയർ ആണ്. ഓക്കെ, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ മനസ്സിലായി. Then നെക്സ്റ്റ് എത്രാമത്തെയാണ് ഇപ്പൊ എത്രാമത്തെയാ പറഞ്ഞത്? 11 സാർ. 12. ഇനി 12. സോ 12ാമത്തെ പ്രോപ്പർട്ടി Q1 ആൻഡ് Q3. Q1 ആൻഡ് Q3 ക്വാർട്ടൈൽ 1 ആൻഡ് ക്വാർട്ടൈൽ 3 ക്വാർട്ടൈൽസ് പാർട്ടീഷൻ വാല്യൂസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ. അപ്പൊ ക്വാർട്ടൈൽ 1ഉം ക്വാർട്ടൈൽ 3ഉം എടുത്തു കഴിഞ്ഞാൽ ദേ ആർ ഇക്യു ഡിസ്റ്റന്റ് ഫ്രം മീഡിയൻ. മീഡിയനിൽ നിന്ന് ഇക്യു ഡിസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് Q1 മൈനസ് മീഡിയൻ ഈസ് ഈക്വൽ ടു മീഡിയൻ മൈനസ് Q3. തിരിച്ചെടുത്താലും മതി. Q1 മൈനസ് മീഡിയൻ ഈസ് ഈക്വൽ ടു മീഡിയൻ മൈനസ് Q3. ഇക്യു ഡിസ്റ്റന്റ് ആയിരിക്കും. മീഡിയനിൽ നിന്ന് ഇതിന്റെ ദൂരം, അന്തരം എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും, അല്ലെങ്കിൽ ഇക്യു ഡിസ്റ്റന്റ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് ക്വാർട്ടൈൽസ് ആർ ഇക്യു ഡിസ്റ്റന്റ് ടു ദ മീഡിയൻ. Then 13. In a normal distribution, mean deviation is equal to 2/3 sigma. When you know sigma, നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയാമെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കാണാം? മീൻ ഡീവിയേഷൻ ഈസ് അനദർ ഡിസ്പേഴ്സൺ വാല്യൂ. നമ്മൾ ഡിസ്പേഴ്സൺ മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സണിൽ ഒരു ഡിസ്പേഴ്സൺ വാല്യൂ ആണ് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മീൻ ഡീവിയേഷൻ കാണണമെങ്കിൽ സിഗ്മ അറിയാമെങ്കിൽ 2/3 ഓഫ് സിഗ്മ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മീൻ ഡീവിയേഷൻ. സോ മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 2/3 സിഗ്മ. ദെൻ QD, അതായത് ക്വാർട്ടൈൽ ഡീവിയേഷൻ. മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 4/5 സിഗ്മ. മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 4/5 ഓഫ് സിഗ്മ. മറ്റേതാണ് 2/3. സോ മീൻ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 4/5 ഓഫ് സിഗ്മ. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു 2/3 സിഗ്മ. Quartile deviation is equal to 2/3 sigma, and range is equal to 6 sigma. That means when you know sigma, നമുക്ക് പോപ്പുലേഷന്റെ sigma അറിയാമെങ്കിൽ automatically you can compute all other measures of dispersion. മറ്റുള്ള മെഷർ ഓഫ് ഡിസ്പേഴ്സൺ, അതായത് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാം, QD ക്വാർട്ടൈൽ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം, MD മീൻ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് നോക്കിയ ഒരു പാറ്റേൺ ഇല്ല ഇതിനകത്ത്. ഓക്കെ, 2, 3, 4, 5, 6. 2, 3, 4, 5, 6 അല്ലെ? ക്വാർട്ടൈൽ ഡീവിയേഷൻ 2/3 സിഗ്മ, മീൻ ഡീവിയേഷൻ 4/5 സിഗ്മ, റേഞ്ച് 6 സിഗ്മ. അപ്പൊ അത് ഒരു പാറ്റേൺ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2/3, 4/5, 6 sigma. So when you know sigma, you can calculate other measures of dispersion. So that is the 13th property. The 13th property. Clear or no? Deepika. Clear ആണ് sir. Clear. അടുത്ത എഴുതൂ. 14. 14 ആവർത്തനമാണ്. No portion of the curve is below x-axis. അത് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ പറഞ്ഞു എന്താ പറയുന്ന അസിംപ്ടോട്ടിക് എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടിയുടെ ഒരു അഡിഷൻ ആണ് ഇത് പറയുന്നത്. ഒരിക്കലും എക്സ് ആക്സിസിന് താഴോട്ട് ഇത് പോകത്തില്ല കേട്ടോ. എക്സ് ആക്സിസിലോട്ട് വരുന്നു, പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യില്ല, എക്സ് ആക്സിസ് ക്രോസ് ചെയ്യത്തില്ല, ടച്ചും ചെയ്യത്തില്ല. നെവർ ടച്ചസ് ദ എക്സ് ആക്സിസ്. അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് പോലും, ഒരു പോർഷൻ പോലും എക്സ് ആക്സിസിന് താഴെ പോകത്തില്ല. ഒരു പോർഷൻ പോലും എക്സ് ആക്സിസിന് താഴെയുള്ള ഫേസിലോട്ട് പോകത്തില്ല. സോ ദാറ്റ് ഈസ് അനദർ പ്രോപ്പർട്ടി ഓഫ് ദിസ് എന്താ പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോ പോർഷൻ ഓഫ് ദ കർവ് ഈസ് ബിലോ എക്സ് ആക്സിസ്. Okay, that is also very clear. Then 15 ഞാൻ നേരത്തെ പറഞ്ഞു, തിയററ്റിക്കൽ ആയിട്ട് ഞാൻ പറഞ്ഞു എക്സ് ക്യാൻ അസ്യൂം ദ വാല്യൂസ് ഫ്രം -infinity to +infinity എന്ന് പറഞ്ഞു. That is theoretical. So theoretically x is a random variable that can assume the value from -infinity to +infinity. പക്ഷെ അത് ഒരിക്കലും അങ്ങനെ ആവണമെന്നില്ല. ഒരിക്കലും എക്കണോമിക് ഡാറ്റ -infinity-ലോട്ട് +infinity-ലോട്ട് പോകത്തില്ല. സോ there should be a range. അതിനകത്ത് എപ്പോഴും വ്യക്തമായിട്ടൊരു റേഞ്ച് ഉണ്ടാവും. സോ പ്രാക്ടിക്കലി
So theoretically ഇങ്ങനെ എഴുതും, theoretically the range of the normal curve is minus infinity to plus infinity. Theoretically the range of normal curve is from minus infinity to plus infinity, but practically the range is x plus or minus 3 sigma. Practically the range is x plus or minus 3 sigma. Practically the range is x plus or minus 3 sigma. അല്ലെങ്കിൽ x bar എന്ന് എഴുതും, അല്ലെങ്കിൽ mu എന്ന് എഴുതിയാലും മതി. mu plus or minus 3 sigma ഏത് എഴുതിയാലും കുഴപ്പമില്ല. So this means mean ആണ് കേട്ടോ. x bar plus or minus 3 sigma. Practically അത് 3 sigmaക്ക് ഉള്ളിലായിരിക്കും. ഞാൻ അതൊന്ന് വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. So when you draw a normal curve is like this. Normal curve വരച്ച് ശീലിക്കണം, അത് നോർമൽ ആവണം കേട്ടോ നമ്മൾ വരയ്ക്കുമ്പോൾ. And this is the mean here, or we can say this is x bar. ഇതാണ് നമ്മുടെ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷനിലെ x bar എന്ന് പറയുന്നത്. Then ഇവിടെ 1 sigma വരും, ഇവിടെ 2 sigma വരും, ഇവിടെ 3 sigma വരും. So this is plus 3 sigma and this is minus 3 sigma. പിന്നെ ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് എൻഡ് ചെയ്ത് പോകും. So that is minus infinity to plus infinity. അപ്പൊ നമ്മൾ എന്ത് ഡാറ്റ എടുത്താലും മെജോറിറ്റി ഡാറ്റയും ഈ റേഞ്ചിന്റെ ഉള്ളിലായിരിക്കും എന്നാ പറയുന്നത്. മെജോറിറ്റി ഡാറ്റയും എക്സ് പ്ലസ് ഓർ മൈനസ് 3 സിഗ്മയ്ക്കുള്ളിൽ. ഇങ്ങോട്ട് വരുന്ന എണ്ണം കുറവായിരിക്കും, അങ്ങോട്ട് വരുന്ന എണ്ണവും വെരി റയർ ആയിരിക്കും. അപ്പൊ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ റേഞ്ച് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല. പ്രാക്ടിക്കലി ദ റേഞ്ച് ഇസ് ഇൻ ബിറ്റ്വീൻ മൈനസ് 3 സിഗ്മ ടു പ്ലസ് 3 സിഗ്മ. എക്സ് ബാർ മൈനസ് 3 സിഗ്മ, എക്സ് ബാർ പ്ലസ് 3 സിഗ്മയ്ക്കുള്ളിലായിരിക്കും എല്ലാം എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യും. തിയറട്ടിക്കലായിട്ട് പറയുമ്പോൾ നമുക്ക് പറയാം അത് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആണെന്ന് പറയാം. പക്ഷേ നമ്മൾ പ്രായോഗികമായിട്ട് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിച്ചാൽ അതിന്റെ വാല്യൂ എപ്പോഴും എക്സ് ബാർ പ്ലസ് ഓർ മൈനസ് 3 സിഗ്മയ്ക്കുള്ളിലായിരിക്കും. അപർണ ക്ലിയർ ആണോ? സർ ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ദെൻ 16 if x and y are two independent normal variables, if x and y are two independent normal variates, if x and y are two independent normal variates, then their sum is also a normal variate. Their sum is also a normal variate. Okay, നമുക്ക് ഇവിടെ രണ്ട് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എടുക്കുന്നു. ഒന്ന് എക്സ് ഡിസ്ട്രിബ്യൂഷൻ, അടുത്ത വൈ ഡിസ്ട്രിബ്യൂഷൻ. രണ്ടും നോർമൽ ആണ്. എക്സ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് നോർമൽ, വൈ ഡിസ്ട്രിബ്യൂഷൻ ഇസ് നോർമൽ ബിക്കോസ് ഇറ്റ് ഇസ് എ നോർമൽ വേരിയേറ്റ്. ഒരു നോർമൽ വേരിയേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ എക്സ് പ്ലസ് വൈ എടുത്താലും അത് നോർമൽ ആയിരിക്കും. This property is called additive property. ഇതിനെയാണ് നമ്മൾ additive property എന്ന് പറയുന്നത്. So x and y are normal, then x plus y must be normal. x and y normal ആണെങ്കിൽ x plus y എടുത്തിട്ട് അത് വെച്ചിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ വരച്ചാൽ ആ ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും, നോർമൽ ആയിരിക്കും എന്നുള്ള additive property. So that is additive property. If x and y are two independent normal variates, then x plus y is also a normal variate. x plus y ഉം എന്തായിരിക്കും, ഒരു നോർമൽ വേരിയേറ്റ് ആയിരിക്കും. ക്ലിയർ ആയിട്ടുണ്ട്. Then last property, 17ാമത്തെ പ്രോപ്പർട്ടി is an important property. ഈ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യേണ്ടത്. 17ാമത്തെ പ്രോപ്പർട്ടി ഏരിയ പ്രോപ്പർട്ടി എന്ന് എഴുതുക. അത് ഹെഡിങ് തന്നെ എഴുതും, ഏരിയ പ്രോപ്പർട്ടി. ഓക്കെ, സോ ഏരിയ പ്രോപ്പർട്ടിയിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ. The area under normal curve is having a distribution. ഏരിയക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. സോ യു ക്യാൻ ഡ്രോ ഒരു വരച്ചോളൂ. നിങ്ങൾ അതിന് തൊട്ട് താഴെയായിട്ട് യു ഡ്രോ എ നോർമൽ കർവ്. നോർമൽ കർവ് വരച്ച് ശീലിക്കണം, കാരണം ഇതിൽ പ്രോബ്ലത്തിലെല്ലാം കർവ് വരച്ച് വേണം പ്രൂവ് ചെയ്യാനായി. സോ യു ഷുഡ് ഡ്രോ എ നോർമൽ കർവ്, ഷുഡ് ബി നോർമൽ. അത് നോർമൽ തന്നെ ആകണം കേട്ടോ. നെവർ ടച്ചസ് എക്സ് ആക്സിസ്. പി കട്ട്നസ് വരേണ്ട സെന്ററിൽ കണ്ടാൽ ഒരു സിമെട്രി ഫീൽ ചെയ്യണം. സോ ദിസ് ഈസ് എ നോർമൽ കർവ്. സോ ഡ്രോ എ നോർമൽ കർവ്. ഒരു നോർമൽ കർവ് ഡ്രോ ചെയ്യും. എന്നിട്ട് ഹയസ്റ്റ് ഓർഡിനേറ്റ് വെച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും. That is the mean. So we can say this is the mean, that is mu of the population distribution. ആ ഡിവൈഡ് ചെയ്ത പോയിന്റിൽ എക്സ് ആക്സിസിൽ mu എടുക്കുക. എക്സ് ആക്സിസിൽ you give it is mu.
കൊടുത്തല്ലോ. എന്നിട്ട് കറക്റ്റ് ഈക്വൽ ഡിസ്റ്റൻസിൽ ഇവിടെ ആയിട്ട് യു ഗീവ് സിഗ്മ പ്ലസ് സിഗ്മ, ഇവിടെ ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ മൈനസ് സിഗ്മ. സോ ഈക്വൽ ഡിസ്റ്റൻസിൽ പ്ലസ് സിഗ്മ മൈനസ് സിഗ്മ, അങ്ങോട്ട് പ്ലസ് സിഗ്മ ഇങ്ങോട്ട് മൈനസ് സിഗ്മ. അതിൽ നിന്നും ഒരു വെർട്ടിക്കൽ ലൈൻ താഴോട്ട് വരയ്ക്കും. കുറച്ചുകൂടെ വലുതാക്കി വരയ്ക്കും കേട്ടോ. അതായത് ഏകദേശം 68% വരണം. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് കൂടെ നീക്കി വരയ്ക്കാം. നിങ്ങളെ നീക്കി വരയ്ക്കും. ഏകദേശം ഇവിടെ വരട്ടെ. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണ് അത്. ശരി, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ വരുന്ന സ്ഥലം നോക്കി വരയ്ക്കും. ഇത് മൈനസ് സിഗ്മ, ഇത് പ്ലസ് സിഗ്മ. കുറച്ചുകൂടെ മാറ്റി വരയ്ക്കും, കാരണം ഇതിനകത്ത് ഏരിയ കൂടുതലാണ്. സോ ദിസ് ഈസ് ദ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. അതായത് കോൺകേവിറ്റിയിൽ നിന്ന് കോൺവെക്സിറ്റിയിലോട്ട് മാറുന്ന ആ പോയിന്റ് വെച്ചിട്ട് മൈനസ് സിഗ്മയും പ്ലസ് സിഗ്മയും വരയ്ക്കുക. വരച്ചോ? വരച്ചായിരുന്നോ ഷാർഫ? വരച്ചു സർ. ഓക്കെ. എന്നിട്ട് ഈ ഏരിയ, അതായത് ഇത് തൊട്ട് ഇതുവരെയുള്ള ഏരിയ എന്ന് പറയുന്നത് 60, ഇങ്ങനെ ഒരു ഇത് വരയ്ക്കും, ഒരു വരയും കൂടെ ഇങ്ങനെ വരച്ചിട്ട് ദിസ് ഈസ് ഈക്വൽ ടു 68.27%. 68.27, അതായത് ഈ ഏരിയ ഇങ്ങനെ വരച്ച് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഈ വരുന്ന ഏരിയ എന്ന് പറയുന്നത് മൊത്തം ഡിസ്ട്രിബ്യൂഷന്റെ 68.27% മൈനസ് സിഗ്മയ്ക്കും പ്ലസ് സിഗ്മയ്ക്കും ഇടയ്ക്കായിരിക്കും. ദാറ്റ് ഈസ് ഏരിയ പ്രോപ്പർട്ടി നമ്പർ 1. ഏരിയ പ്രോപ്പർട്ടി നമ്പർ 1 ആണ് ഞാൻ പറയുന്നത്. mu പ്ലസ് ഓർ മൈനസ് സിഗ്മ കവേഴ്സ് 68.27% ഓഫ് ടോട്ടൽ ഏരിയ. ടോട്ടൽ ഏരിയയുടെ 68.27% mu പ്ലസ് സിഗ്മയ്ക്കും mu മൈനസ് സിഗ്മയ്ക്കും ഇടയ്ക്കായിരിക്കും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഏരിയ പ്രോപ്പർട്ടി. ഓക്കെ. സോ നമ്പർ 1 എന്താണ്? 68.27% of total area is within mu plus or minus sigma. 68.27% ഏരിയയും mu plus or minus സിഗ്മയ്ക്ക് ഇടയ്ക്കായിരിക്കും. ഇനി എഴുതി കഴിഞ്ഞു. എഴുതിയോ? ധന്യ എഴുതിയോ? എഴുതി സർ. ഓക്കെ. ഇനി ഇപ്പുറത്തായിട്ട് ഒരു 2 സിഗ്മ വരയ്ക്കും. ഇത്തിരി കൂടെ ഇപ്പുറത്തായിട്ട് യു ഡ്രോ -2 സിഗ്മ, അപ്പുറത്ത് +2 സിഗ്മ, -2 സിഗ്മ +2 സിഗ്മ. എന്നിട്ട് അതിനെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കും. ഇങ്ങനെ ആ ഏരിയ നൊട്ടേറ്റ് ചെയ്യാനാണ്. ആ ലൈന് വേറെ ഇതൊന്നുമില്ല, അത് ആ ഏരിയ കാണിക്കാനായിട്ടാണ്. സോ ദാറ്റ് മീൻസ് ദിസ് ഏരിയ ഇവിടെ തൊട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരുന്ന ഈ ഏരിയ എന്ന് പറയുന്നത് 95.45%. 95.45%. That is the second area property. 95.45% of total area is within mu plus or minus 2 sigma. 95.45% ഏരിയയും mu plus 2 സിഗ്മയ്ക്കും mu minus 2 സിഗ്മയ്ക്കും ഇടയ്ക്കായിരിക്കും. That is the second area property. So very clear. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഏരിയ പ്രോപ്പർട്ടി 68.27% of total area is within mu plus or minus sigma. രണ്ടാമത് പറഞ്ഞ ഏരിയ പ്രോപ്പർട്ടി 95.45% of total area is within mu plus or minus 2 sigma. പിന്നെ ഒന്നുകൂടെ വരയ്ക്കൂ. 3 സിഗ്മ -3 സിഗ്മ +3 സിഗ്മ -3 സിഗ്മ +3 സിഗ്മ. അത് കൂടെ ഒന്ന് ലൈൻ ഒന്ന് യോജിപ്പിക്കൂ. ആ ഏരിയ കാണിക്കാനാണ്. And that is 98.73. 98.73%. 98.73%. That is the third area property. ഇതാണ് മൂന്നാമത്തെ ഏരിയ പ്രോപ്പർട്ടി. എന്ന് വെച്ചാൽ 100 ഉണ്ടെങ്കിൽ 99% വേരിയബിൾ ഈ പറയുന്ന റേഞ്ചിനുള്ളിലായിരിക്കും. അപ്പൊ നമുക്ക് ഇതിനെ നേരത്തെ പറഞ്ഞതുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്യാം. എക്സിന്റെ വാല്യൂ നോർമലി തിയററ്റിക്കലി -∞ to +∞ ആണ് എങ്കിലും അതിന്റെ റേഞ്ച് എപ്പോഴും എക്സ് പ്ലസ് ഓർ മൈനസ് 3 സിഗ്മയ്ക്ക് ഇടയ്ക്കായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. 98.73% വേരിയബിളും ഈ പറയുന്ന
ത്രീ സിഗ്മകൾക്കുള്ളിലായിരിക്കും എക്സ് പ്ലസ് മ്യൂ പ്ലസ് ഓ പ്ലസ് 3 സിഗ്മ മ്യൂ മൈനസ് 3 സിഗ്മയ്ക്കുള്ളിൽ. ഈ പ്രോപ്പർട്ടി, ദിസ് ഇസ് ദ ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ദാറ്റ് ഇസ് യൂസ്ഡ് ടു സോൾവ് ദ പ്രോബ്ലം. ഈ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എല്ലാം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട് എങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോകാം. അല്ലെങ്കിൽ ഒരാളൊന്ന് വായിക്കും കംപ്ലീറ്റ് പ്രോപ്പർട്ടീസ്, 17 പ്രോപ്പർട്ടീസ് ഒന്ന് വായിക്കും. ആര് വായിക്കും? ശില്പ വായിച്ചാൽ അത് ക്ലിയർ ആയിട്ട് കേൾക്കാം. പറഞ്ഞു ഒന്ന് അങ്ങനെ 17 വരെ വായിക്കും ശില്പ. Properties of normal distribution. Normal curve is a continuous curve. Second, normal curve is bell shaped. Normal curve is symmetric to the mean. In a normal curve, mean, median and mode are equal. The height of normal curve is maximum at the mean. There is only one maximum point, hence it is unimodal distribution. The ordinate at mean divide the whole area into two equal parts. The curve is asymptotic to the base on either side. That is coefficient of skewness beta 1 equal to 0. Coefficient of cutoff is beta 2 is equal to 3. That is, the distribution is mesocutic. The point of inflection occurs at mu plus or minus sigma. Q quartile 1 and quartile 3 are equidistant from the median. That is Q1 minus M median is equal to M minus Q3. In a normal distribution, mean deviation is equal to 4 by 5 sigma. Quartile deviation is equal to 2 by 3 sigma. Range is equal to 6 sigma. Okay. No portion of the curve is below x-axis. Okay. In theoretically, the range of normal curve is plus infinite to minus infinite, minus infinite to plus infinite. Infinite, but practically the range is x bar plus or minus 3 sigma or mu plus or minus 3 sigma. Okay. If x and y are two independent normal variate, then their sum is also normal variate. Okay. അടുത്ത ഏരിയ പ്രോപ്പർട്ടി. ആദ്യത്തത് മ്യൂ പ്ലസ് ഓർ മൈനസ് സിഗ്മ കവേഴ്സ് 68.27% of the total area. 95.45 of the total area is within mu plus or minus 2 sigma. 98.73% of the total area is within mu plus or minus 3 sigma. Okay.